അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫാൽ ഗ്രോസിയുമായി കൂടിക്കാഴ്ച നടത്തി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. ഇറാൻ US രണ്ടാംഘട്ട ആണവ ചർച്ച ഇന്ന് നടക്കാനിരിക്കെയാണ് നിർണായകമായ കൂടിക്കാഴ്ചയുണ്ടായിരിക്കുന്നത്. അതേസമയം ആണവ ചർച്ച നടക്കാനിരിക്കെ പശ്ചിമേഷ്യൻ തീരത്ത് വൻ സൈനിക സന്നാഹം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്ക. നേരത്തെ അയച്ച വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കന് പുറമെ ജെറാൾഡ് R. ഫോർഡ് എന്ന കപ്പലും പ്രദേശത്തേക്ക് അമേരിക്ക അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസാണ് ചേരുന്നത്. ഐസൺ, 12ഓളം യുദ്ധക്കപ്പലുകളാണ് മേഖലയിൽ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. അതേസമയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്ന നിലപാട് ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് ഇന്നത്തെ ചർച്ചയിൽ പ്രതീക്ഷിക്കേണ്ടത്? ലോകം ഉറ്റുനോക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളിലേക്കാണ്? തീർച്ചയായും ഇന്നത്തെ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നത്, ലോകം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ ഒരു സമവായത്തിന്റെ സാധ്യത തന്നെയാണ്. അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടികളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇറാൻ വിദേശകാര്യമന്ത്രി ജനീവയിൽ എത്തിക്കഴിഞ്ഞു. ജനീവയിലാണ് ഈ ചർച്ചകൾ നടക്കുക. അബ്ബാസ് അറാക്ചിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സെക്രട്ടറി ജനറലുമായുള്ള കൂടിക്കാഴ്ചയാണെന്ന് നടന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയ ചില വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. കുറെ കൂടി വിട്ടുവീഴ്ചയുള്ള നിലപാടുകളിലേക്ക് നീങ്ങാമെന്നൊരു നിലപാട് സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, റഫേൽ ഗ്രോസി, അതായത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അധ്യക്ഷൻ ജനറൽ സെക്രട്ടറിയുടെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജ്ജം ഉപയോഗിക്കുന്നതിനുള്ള ഭാഗികമായ ഒരു അനുമതിയെങ്കിലും ഇറാനിൽ ലഭ്യമാകുമെന്നൊരു സൂചനകളാണ് ലഭ്യമാകുന്നത്. പക്ഷേ ആണവ ആയുധം സംഭരിക്കുന്നത് സംബന്ധിച്ചൊക്കെ കണിശമായ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ തുടരുമെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏറ്റവും നിർണായകമായ ഘടകമായി നമുക്ക് സൂചിപ്പിക്കാനും മനസ്സിലാക്കാനും പറയാനും സാധിക്കുന്നത്, ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയുടെ സാധ്യത തന്നെയാണ്. അതേസമയം തന്നെ നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ ശക്തമായ സൈനിക നീക്കങ്ങൾ അമേരിക്ക ഇറാനെതിരെ നീങ്ങുന്നുണ്ട്. ഏതാണ്ട് 150 മൈൽ അകലെ, നോട്ടിക്കൽ മൈൽ അകലെ വരെ അതിശക്തമായ സൈനിക വ്യൂഹം, അതിന്റെ പല ഘടകങ്ങൾ നിലയുറപ്പിച്ച് കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് വിമാനവാഹിനി കപ്പലായ അബ്രഹാം ലിങ്കൻ ആണെങ്കിൽ ഇപ്പോൾ ജെറാൾഡ് R. ഫോർഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ, അതായത് അതിശക്തമായ അസോൾട്ടിന് സാധ്യതയുള്ള അല്ലെങ്കിൽ ആക്രമണോത്സുകമായ യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള കപ്പൽ ഉൾപ്പെടെ ആ മേഖലയിലേക്ക് അമേരിക്ക അയച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ ഇന്നത്തെ ചർച്ചകൾ ഏറെ സജീവമാകുന്നതും പ്രാധാന്യം. ലോകം ഉറ്റുനോക്കുകയാണ് രണ്ടാം ഘട്ട ആണവ ചർച്ച എന്താകും എന്നുള്ള കാര്യത്തിൽ. ഐസനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.